Hello everyone. So welcome back to the section of modal verbs. Okay, so today I'm continuing this section of the modal verbs. Okay, so modal verbs ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ? You have an idea about that. So this is also mentioned. Okay, so ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, when we are almost certain that a person should do a thing, we will use മസ്റ്റ്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഉറപ്പാണ്, അതായത് നിങ്ങളിത് തീർച്ചയായും ചെയ്തിരിക്കണം എന്ന്, അതായത് വേറെ ഒരു എക്സ്ക്യൂസിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ. അതായത് യു മസ്റ്റ് കം ടു കോളേജ് അല്ലെങ്കിൽ യു മസ്റ്റ് അറ്റൻഡ് ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ അത് നിർബന്ധമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മസ്റ്റ്, പിന്നെ അത്ര ഉറപ്പല്ല ഹി വിൽ ഡു ഇറ്റ് എന്ന് പറയാണ്. പിന്നെ ഹി വുഡ് ഡു ഇറ്റ്, ഹി ഓട്ട് ടു ഡു ഇറ്റ്, അത് അവൻ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞാൽ ഷുഡ്, ദെൻ ക്യാൻ, കുഡ്, മേ, മൈറ്റ്. അപ്പോൾ നമുക്ക് അത്ര സെർട്ടൺ അല്ല, അത് നമുക്ക് അത്ര ഉറപ്പില്ലാത്ത കാര്യങ്ങളാകുമ്പോൾ ഏറ്റവും ലാസ്റ്റാണ് മേ, മൈറ്റ്. ഹി മൈറ്റ് ഡു ഇറ്റ്, ഹി മേ ഡു ഇറ്റ്, അവൻ ചിലപ്പോൾ ചെയ്യാം എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, സെൻ ക്യാൻ, കാൺ, കുഡ്, കുഡിൻ, മസ്റ്റ്, മസിൻ, ഹാവ് ടു, ഐ ഡോണ്ട് ഹാവ് ടു ലിസൺ ടു യു, ഷുഡ്, ഷുഡിൻ, വുഡ്, വുഡിൻ, വിൽ, വോണ്ട്, ഷാൾ, negative form shan't. Okay, so now we are going to see the things which is in your text. Okay, so the grammatical, oh my god. Okay, so നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനാണ്. I may not be here this evening. This is true. You don't must open the door. അല്ല, യു ഡോണ്ട് മസ്റ്റ് ഓപ്പൺ ദി ഡോർ എന്ന് നമ്മൾ പറയില്ല. നമ്മൾ എന്താ പകരം പറയാ? യു മസിൻറ്റ് അല്ലെങ്കിൽ യു മസ്റ്റ് നോട്ട്. നീ ആ ഡോർ തുറക്കരുത് എന്ന് പറയും. യു മസ്റ്റ് നോട്ട് ഓപ്പൺ ദ ഡോർ. ലാസ്റ്റ് ഇയർ ഐ മസ്റ്റ് വർക്ക് ഓൺ സാറ്റർഡേ. ലാസ്റ്റ് ഇയർ ഐ മസ്റ്റ് വർക്ക് ഓൺ സാറ്റർഡേസ് നമ്മൾ പറയില്ല. ലാസ്റ്റ് ഇയർ ഐ ഹാവ് ടു വർക്ക് ഓൺ സാറ്റർഡേസ്. യു ഹാവ് ബെറ്റർ ഗോ ഹോം. യു മസ്റ്റ്, യു ഹാവ് ബെറ്റർ എന്ന് പറഞ്ഞാൽ യു മസ്റ്റ് ഗോ ഹോം നൗ എന്ന് പറയാം. പിന്നെ നമുക്ക് എന്താ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്? യു ഷാൾ ഗോ ഹോം നൗ എന്ന് പറയാം. അത് നമ്മളിപ്പോൾ അലോ ചെയ്യുകയാണെങ്കിൽ, അല്ല ഇഫ് ഇറ്റ്സ് ലൈക്ക് ആൻ ഓർഡർ വി വിൽ ലെറ്റ്സ് സേ യു മസ്റ്റ് ഗോ ഹോം നൗ. വുഡ് യു ലൈക്ക് കമ്മിങ് വിത്ത് അസ് എന്ന് ചോദിക്കില്ല. വുഡ് യു ലൈക്ക് ടു കം വിത്ത് അസ് എന്ന് നമുക്ക് ചോദിക്കാം. പിന്നെ വുഡ് യു കം വിത്ത് അസ് എന്ന് നമുക്ക് ചോദിക്കാം. ഓക്കെ, sorry, this sentence is right. Would you like coming with us? That is right. I should have told you everything. That's also right. Where did you used to live? Used to live. നീ എവിടെ ആയിരുന്നു താമസിച്ചു കൊണ്ടിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. Where did you used to live എന്ന് ചോദിക്കാം. Where do you have to, അല്ല when do you have to live? That's also a correct sentence. Okay. സോ ഇംഗ്ലീഷ് മോഡൽ വെർബ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഇൻക്ലൂഡ്, നമ്മൾ നേരത്തെ കണ്ടു, മസ്റ്റ്, ഷാൾ, വിൽ, ഷുഡ്, വുഡ്, ക്യാൻ, കുഡ്, മേ ആൻഡ് മൈറ്റ്. സോ ഇൻ ദിസ് എക്സസൈസ് യു ഹാവ് ടു റീഡ് ദ ഫോളോയിങ് ടെക്സ്റ്റ് ആൻഡ് അണ്ടർലൈൻ ഓൾ ദ മോഡൽ വെർബ്സ്. റൈറ്റ് ദ നെയിം ആൻഡ് ദ നമ്പർ ഓഫ് അപ്രോപ്രിയേറ്റ് എക്സ്പ്ലനേഷൻ beside them. Okay, so ഇതിൽ ആൻസേഴ്സ് ആർ ഓൾറെഡി ഗിവൺ. അപ്പോൾ നിങ്ങൾക്ക് anyhow you can tell what it is, but at the same time you can also make use of this text. So needs to get എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അത് തീർച്ചയായും നീ അത് കിട്ടിയിരിക്കണം. അപ്പോൾ അവിടെ എന്താ കാണിക്കുന്നത്? അതായത് യു നീഡ്സ് ടു ഗെറ്റ് ദാറ്റ്, യു നീഡ് ടു ഗെറ്റ് ഗുഡ് മാർക്സ് ഇൻ യുവർ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതായത് നീ അത് കിട്ടിയേ തീരുള്ളൂ. ബിക്കോസ് യുവർ ഫാമിലി നീഡ് ടു എക്കണോമിക്കലി ഗ്രോ ഫർദർ. അപ്പോൾ എന്താണ്? അതൊരു ഒബ്ലിഗേഷനാണ് കാണിക്കുന്നത്. യു ഷുഡ് ലൂസ് ഓർ ഷുഡ് നോട്ട് ലൂസ്. അപ്പോൾ ഇതിലെ നീഡ്സ് ടു എന്നുള്ളതാണ് ഇതിലെ മോഡൽ വെർബ്. ഷുഡ് എന്ന് പറയുന്നതാണ് ഇവിടെ മോഡൽ വെർബ്. യു ഷുഡ് അല്ലെങ്കിൽ യു ഷുഡിൻ lose your chances. That means a recommendation. Has to, you has to do this, അല്ലെങ്കിൽ you has to എന്ന് പറയില്ല, she has to go there എന്ന് പറയുന്നു. അപ്പം എന്താണ്? അതൊരു ഒബ്ലിഗേഷൻ ആണ് കാണിക്കുന്നത്. യു ഷുഡിൻറ്റ് ഈറ്റ് ഹിയർ അല്ലെങ്കിൽ യു ഷുഡിൻറ്റ് ഈറ്റ് ചിക്കൻ. അപ്പോൾ അതൊരു ഫ്രണ്ട്ലി വാർണിംഗ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം കേട്ടോ.
അതായത് ഇപ്പോൾ ഫ്രണ്ട്ലി വാർണിങ്ങിന് വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വാർണിംഗ് എന്നും എഴുതാം. സോ മസിൻ ഗെറ്റ്, യു മസിൻ ഗെറ്റ് ഫീവർ, അല്ലെങ്കിൽ യു മസിൻ ഗെറ്റ് കൊറോണ, നിങ്ങൾ ഒരിക്കലും കൊറോണ പിടിക്കരുത് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ കാണിക്കുന്നത്, അവിടെ ഒരു പ്രൊഹിബിഷൻ. അപ്പോൾ ഈ വേർഡ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നു. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തേ തീരുള്ളൂ, നമ്മൾ നിർബന്ധിതരാവണം. അപ്പോൾ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളൊരു കാര്യം വരുന്നത് യു ഷുഡ് സി എ ഡോക്ടർ അല്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഒരു റെക്കമെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മൾ. പിന്നെ ഒബ്ലിഗേഷൻ, പിന്നെ വാൺ ചെയ്യുന്നത് യു ഷുഡിൻറ്റ് ഈറ്റ് ദിസ്, യു മസിൻ ഗോ ദർ, യു വിൽ നോട്ട് ഗെറ്റ് ഔട്ട് ഓഫ് മൈ സൈറ്റ്. ഇതെല്ലാം ഒരു ഓർഡറാണ്. ഓർഡർ അല്ലെങ്കിൽ വാർണിംഗ് അല്ലെങ്കിൽ കമാൻഡ് എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാക്ട് വേർഡ്സ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹാസ് ടു ഡ്രിങ്ക്, ഹി ഹാസ് ടു ഡ്രിങ്ക് സം മിൽക്ക്. അതായത് എ ചൈൽഡ് ഹാസ് ടു ഡ്രിങ്ക് സം മിൽക്ക് എന്നൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ, കുട്ടി പാല് കുടിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ഒബ്ലിഗേഷനാണ്. ഡസൻ ഹാവ് ടു ബൈ, യു ഡസൻ ഹാവ് ടു ബൈ. അപ്പോൾ ഒരു ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ. ഡസൻ ഹാവ് ടു കട്ട്, ഇറ്റ് ഈസ് ഓൾസോ എ ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ. യു മസ്റ്റ് സ്റ്റോപ്പ് ഡ്രിങ്കിങ്, ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു വാർണിംഗ് എന്നും പറയാം, ഒബ്ലിഗേഷൻ എന്നും പറയാം. ഹാഡ് ബെറ്റർ ഷേപ്പ് അപ്പ്, വിച്ച് ഈസ് ഓൾസോ എ റെക്കമെൻഡേഷൻ. സോ ഇതിൽ പ്രത്യേകിച്ചൊന്നും മനസ്സിലാക്കാനില്ല. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതായത് മോഡൽ വെബ്സ് വന്നിട്ട് എന്താണ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഓൾറെഡി കണ്ടിരുന്നു എന്താണ് പെർമിഷൻ, എബിലിറ്റി, ജനറൽ ട്രൂത്ത്സ്, സജഷൻ. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സജഷൻസ് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ വരുന്നത്, ഒരു റിക്വസ്റ്റ് ആവാം. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഈ എക്സാക്ട് വേർഡ്സ് യൂസ് ചെയ്യണമെന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. സോ മേക്ക് ക്വസ്റ്റ്യൻസ് വിത്ത് ക്യാൻ ഐ, കുഡ് ഐ, ഡിഡ്, ഡാഷ്, ഹാവ് ടു. ഐ വാണ്ട് എ ഗ്ലാസ് ഓഫ് വാട്ടർ. നമ്മൾ ക്ലാസ്സിലൊക്കെ ചോദിക്കില്ലേ, കുഡ് യു പാസ് മീ ദ സോൾട്ട് എന്നൊക്കെ പറയുന്ന പോലെ, കുഡ് യു ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ. അഹമ്മദ് പേ ഫോർ ഹിസ് ലെസൺസ്. അപ്പോൾ ഡിഡും ഹാവ് ടുമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഡ് അഹമ്മദ് ഹാവ് ടു പേ ഫോർ ഹിസ് ലെസൺസ്. ഡിഡ് അഹമ്മദ് ഹാവ് ടു പേ ഫോർ ഹിസ് ലെസൺസ്. I need to use your calculator. അപ്പോൾ you have to form a question with can. അപ്പോൾ can I use your calculator എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ can I use your calculator please എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. You show your passport at the airport. Did you have to show your passport at the airport? Lend me your newspaper. അപ്പോൾ അവിടെയും ഒരു ക്വസ്റ്റ്യൻ കുഡ് വെച്ചാൽ could you lend me your newspaper? Could you lend me അല്ലെങ്കിൽ could you pass salt, ഇതൊക്കെ അങ്ങനെ ചോദിക്കാവുന്നതാണ്. Children walk home. Did the children have to walk home? You wait a long time. Did you have to wait a long time for the train or for the bus? Rani cook dinner last night. Did Rani have to cook dinner or supper last night? I want to take your photo. Could you take my photo? അല്ലെങ്കിൽ could I take your photo? I want to take your photo എന്നാ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ ഫോട്ടോ എടുക്കാം. അപ്പോൾ could I take your photo? Okay. So I am going to turn on the TV. Okay. അപ്പോൾ could വെച്ചിട്ടാണ്. Could I turn on the TV? Okay. So the exercise 3. Put the beginnings and ends together. ഇതിലിപ്പം ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല മോഡൽ വെബ്സിൻ്റെ കാര്യത്തിൽ. സോ അതാണ് ഞാനിവിടെ ഡയറക്റ്റ് ആൻസേഴ്സ് തന്നിരിക്കുന്നത്. ജസ്റ്റ് റീഡ് ചെയ്ത് പോകാനുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് നിങ്ങൾ തന്നെ കൂടുതൽ എക്സസൈസ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൻ്റേതായ ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ ആൻസേഴ്സ് അങ്ങനെ കാണിക്കാറില്ലായിരുന്നു. പക്ഷെ ഇതിപ്പം പ്രത്യേകിച്ചൊന്നും ഇല്ല, സമയം തന്നെ ചെയ്യാനായിട്ടൊന്നുമില്ല, സിമ്പിളാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സോ ഐ ആം എ സ്വിമ്മിങ് ടീച്ചർ. സോ ഐ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ പറയുക, ഡു ആണ്. ഷീ ഓർ ഹീക്കാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഡസ് യൂസ് ചെയ്യുക. ഓക്കെ, ഡു. പിന്നെ നമ്മൾ എന്ത്, ഒന്നല്ലെങ്കിൽ നമ്മൾ ഡു ഡസ്, ഒന്നല്ലെങ്കിൽ ഡു, ഐ യു ഒക്കെ ആണെങ്കിൽ ഡു യൂസ് ചെയ്യുക. ഹീ ഷീ ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഡസ് യൂസ് ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ ഹാവ് ടു കൂടി ചേർക്കണം. ഐ ആം എ സ്വിമ്മിങ് ടീച്ചർ. ഡു യു, അപ്പോൾ ഒരാൾ പറയുകയാണ് നിങ്ങളോട് ഐ ആം എ സ്വിമ്മിങ് ടീച്ചർ. അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കണോ? ഡു യു ഹാവ് ടു ടീച്ച് സ്മോൾ ചിൽഡ്രൻ? അല്ലെങ്കിൽ നമുക്ക് എന്ത് ചോദിക്കാം, ഡു യു ഹാവ് ടു ടീച്ച് അഡൾട്ട്സ് എന്നൊക്കെ ചോദിക്കാം. സോ ഹിയർ ഈസ് സം വർക്ക് ഫോർ യു ആൻഡ് താര.
Do we have to finish it today? I want you to go to your aunt's party. Do I have to stay until the end? Raj and Shyam work for a British film. Do they have to speak English all the time? Rahim works at a furniture company. അപ്പോൾ റഹീം എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? ഒരു പേഴ്സണേ ഉള്ളൂ. So what will we use? We will use does. Does he have to work for 12 hours a day? So that's all about modal verbs. I hope you got it. അപ്പോൾ നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ability, permission, advice, obligation ഇതുപോലത്തെ ടേംസ് ഉപയോഗിക്കുക. യൂസ്ഡ് ടു ഒക്കെ ഐ യൂസ്ഡ് ടു സ്ലീപ്പ് ഇൻ ദ വരാന്താസ്. ഞാൻ വരാന്തയിലാണ് കിടന്നുറങ്ങിക്കൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ ഐ യൂസ്ഡ് ടു ഈറ്റ് ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഐസ്ക്രീം മുമ്പ് കഴിച്ചിരുന്നു. ദാറ്റ് മീൻസ് നൗ ഐ ആം നോട്ട് ഈറ്റിംഗ് ഐസ്ക്രീം അല്ലെങ്കിൽ ടേക്കിംഗ് ഐസ്ക്രീംസ്. ഓക്കെ, പിന്നെ ഐ യൂസ്ഡ് ടു സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മുമ്പ് പാട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ യൂസ്ഡ് ടു എന്ന് പറയുന്നത് ആളുകൾ തെറ്റായി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. പലപ്പോഴും നമ്മൾ പറയും, അതായത് ഞാനത് യൂസ് ചെയ്തിരുന്നു എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്തിരുന്നു എന്നല്ല, യൂസ് ചെയ്യുന്നുണ്ട് എന്ന അർത്ഥത്തിൽ യൂസിൻ്റെ പാസ്റ്റായിട്ട് യൂസ്ഡ് ഉപയോഗിക്കും. അതിൻ്റെ കൂടെ ഒരു ടൂവും കൂടെ ചേർക്കും. അങ്ങനെ ചേർത്താൽ എന്താ? അതൊരിക്കലും പാസ്റ്റ് ആവില്ല, മറിച്ച് എന്താണ്? പാസ്റ്റ് ആവും, പക്ഷെ ഞാനത് കറൻ്റ്ലി ഐ ആം നോട്ട് ഡൂയിങ് ഇറ്റ് എന്നുള്ള അർത്ഥത്തിൽ ആയി മാറും. അപ്പോൾ യൂസ്ഡ് ടു എന്നുള്ളതിൻ്റെ മീനിങ് യു മസ്റ്റ് എന്താ പറയുക, you must know. Okay, so with that note I will end today's section. The modal verbs is the last section in this module which I have to take for you guys. So modal verbs എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അതെന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു സ്മോൾ എക്സ്പ്ലനേഷൻ I have given here. So that's all for today. See you on my next SEMS class.